വത്സല കുളി കഴിഞ്ഞ് തോർത്തി തുടങ്ങി. ആ വാസന്തി വെള്ളത്തിൽ നിന്ന് കേറണല്ലോ. മേല് തേക്കാൻ ഇനി അവളും കൂടിയേ ഉള്ളൂ. എടാ അടങ്ങി നിക്കടാ അവിടെ. തലമൂത്ത ഞങ്ങൾ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുമ്പോ നിനക്കെന്താ ഇത്ര ആക്രാന്തം? അത് തന്നെ ബാലന്റെ പൂമ്പാറ്റം വായിക്കണ പ്രായമായിട്ടുള്ളൂ. പക്ഷെ കയ്യിലിപ്പ് ക്ലിന്റന്റെ. അതെ, ഞാനൊരു ക്ലിന്റൺ ഫാനാ. നിങ്ങൾക്ക് എന്താ നഷ്ടം? എടാ അവള് കേറി. ആ 10 രൂപയുടെ സോപ്പിന്റെ ഒരു ഭാഗ്യേ. എന്റെ ഈശ്വര, കണ്ടിട്ട് കണ്ണ് പൾപ്പാവണടാ മോനെ. അച്ചുമാമ വരുന്നു. ഇത് മുല്ലശ്ശേരി തറവാട്, ഇത് അമ്പലക്കുളം. ഇതിന്റെ അരികിലൂടെയാണ് പ്ലാൻ ചെയ്ത റോഡ്. ഈ റോഡ് ഇവിടെ ശരിയാകത്തില്ല. പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവിനരികിലൂടെയാണ് ഇവിടെ റോഡ്. അതെടാ, നിങ്ങൾക്ക് കൊളക്കടവിലെ സ്വകാര്യതയാ പ്രശ്നം. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? സേവനമാരോ അതോ വാനര സേവയോ? ഇവിടെ മനുഷ്യൻ തീ തിന്നുക. റോഡ് വന്നാലും സീൻ കാണാം. എന്ത് സീൻ? സീനല്ല, സീനറി. പ്രകൃതി ഭംഗി. ഒന്നും മിണ്ടാതിരിക്കടാ. അച്ചുമാമ തീ തിന്ന. അല്ല അച്ചുമാമേ, എന്താ അച്ചുമാമേ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാവോ? ഇവിടെ പറയാൻ ഞങ്ങൾക്ക് ആവില്ല അച്ചുമാമേ. എന്താ കാര്യം? അവൻ ജയിക്കോടാ, നമ്മുടെ നന്ദു. അതുറപ്പാ. ഓ ഈശ്വര, അപ്പൊ ജയിക്കുമെന്ന് ഉറപ്പല്ല? അതെ, അതുറപ്പാ. ജയിക്കുന്നല്ല, തോക്കും. തോറ്റിരിക്കും വിത്ത് ഡിസ്റ്റിങ്ഷൻ. അയ്യോ തൊലഞ്ഞു. എന്റെ മേലെ കാവിലമ്മേ. എന്റെ ബാക്കി ജീവിതം അനാഥാലയത്തിലോ അതോ ആതുരാശ്രമത്തിലോ? സമയമുണ്ടല്ലോ, അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അച്ചുമാമേനേക്ക് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ഈ ലഗേജ് ഒന്ന് കയറ്റി വെച്ച് അങ്ങനെ പോട്ടെ. തങ്കമണി മാറ്. അതല്ല, മാറി നിൽക്കാൻ. എനിക്ക് സൈക്കിളിൽ കയറാൻ മനഃപൂർവ്വം തന്നെ. എന്താ അവിടെ ഒരു ബഹളം? എന്റെ ഈശ്വര, എന്താ ഈ കാണിക്കണേ? അയ്യോ ഞാൻ അതെ ചെമ്മാടി, ഇത്ര കായോടെ നീ പട്ടാപ്പകൽ ഇങ്ങനെ തോന്നിയ കാണിക്കാൻ ധൈര്യം? പൊന്നളിയ, തെറ്റിദ്ധരിക്കരുത്. പിടിച്ചിട്ട് നിന്നില്ല, കൺട്രോൾ വിട്ടുപോയി. അവന്റെ ഒടുക്കത്തെ ഒരു കൺട്രോൾ. അല്ലല്ല, എന്റെ കൺട്രോൾ അല്ല അളിയ, സൈക്കിളിന്റെ കൺട്രോൾ പോയി. അളി നടന്നൂടെ, എനിക്ക് കയറാനും ഇറങ്ങാനും വശമില്ലെന്ന്. ഈയിടെ ആയിട്ട് നിന്റെ കൺട്രോൾ പലയിടത്തും വിട്ടുപോകുന്നെന്ന് ഞാൻ കേട്ടു. അങ്ങനെയൊന്നും ഈ അച്ഛന്റെ കൺട്രോൾ വിടൂല അളിയ. നന്ദൂല്ലേ ഇവിടെ? അതിന് നേരെ ഒന്ന് വെളുക്കണ്ട എന്റെ അച്ചു. മണി 10:30 ആവണതല്ലേ ഉള്ളൂ. നീയൊക്കെ അവനെ ലാളിച്ച് വഷളാക്കിയത്. ചെന്ന് നോക്ക്. പോട്ടെ തങ്കു. അളിയാ അല്ല അമ്മ, പോയിട്ട് വരട്ടെ. നന്ദു, എനിക്ക് നൊന്തു. വഷളൻ നോക്കി നിൽക്കാതെ നെല്ല് ചിക്കടി. നന്ദുമോനെ എഴുന്നേക്കടാ. മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ല. എന്താ അച്ചുമാമേ, എന്താ വേണ്ടേ? അതെ, സമയം 10 കഴിഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റ് കുളിയും ദേവാരം കഴിഞ്ഞ് താഴെ എത്തിയാൽ കൃത്യം ഉച്ചയൂണ് സമയാവും. എണീക്ക്. എന്തിനാ എണീക്കണേ? എണീറ്റാ തുടങ്ങില്ലേ വഴക്ക്? ഈ വീട്ടിൽ ഉറങ്ങുന്നതാ നല്ലത്. അതെ, ആരായാലും ഉറങ്ങിപ്പോവും. പക്ഷേ അച്ചുമാമയ്ക്ക് ഒരു ധൈര്യമില്ലടാ. റിസൾട്ട് വരുമെന്ന് കേട്ടപ്പോൾ തുടങ്ങി ഉള്ളിലൊരു കാളല്. അയ്യോ, ഇത്ര വേഗം വെള്ളിയാഴ്ച ആയോ? റിസൾട്ട് വന്നോ? തോറ്റു അല്ലേ? സത്യം പറ. അപ്പൊ അവര് പറഞ്ഞു, നേരാ, നീ തോക്കൂലടാ. എടാ, നീ തോറ്റാ നീ മാത്രമല്ല, ഞാനും ഈ വീടിന് പുറത്താ. അത് അപ്പോഴല്ലേ അച്ചുമാമേ? നാളത്തെ തല്ല് നിന്നേ കരയണോ? അച്ചുമാമയ്ക്ക് അറിയൂ, എൻട്രൻസിന് പഠിക്കുമ്പോഴേ അച്ഛൻ്റെ ആശുപത്രി സ്വപ്നം എടുത്ത് എൻ്റെ തലയെ വെച്ചിട്ടാ എൻ്റെ മൂഡ് പോയത്. ഈ എൻട്രൻസ് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തിനാ ജയിക്കണേ? താണ്ടോ സമയം എത്രയായി? 10:30. എനിക്ക് രാവിലെ ക്ലബ്ബിൽ പോണ്ടതാ. എന്നാ രാവിലെ എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ, ഒരു ചൂട് ചായ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ, ആർക്ക് വേണോ ഈ തണുത്ത ചായ? ഇതാ ഞാൻ പറഞ്ഞത്, എന്നോട് ആർക്കും സ്നേഹമില്ല. ഒരമ്മാവനുണ്ടായിട്ട് എന്താ കാര്യം? ഒക്കെ കണക്കാ. നോക്കണ്ട, അച്ചുമാമയ്ക്കും എന്നോട് സ്നേഹമില്ല. നീ പറഞ്ഞൊക്കെ ശരിയാ, പക്ഷേ അച്ചുമാമയ്ക്ക് സ്നേഹമില്ല എന്ന് മാത്രം പറയരുത്. ഓ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അച്ചുമാമേ. എനിക്ക് ക്ലബിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ കാണാം. ഓക്കേ. Oh my god, what a structure. Wow, super.
ഇതെടുത്ത ക്യാമറയുടെ ലെൻസായി ജനിച്ചാലെങ്കിലും മതിയായിരുന്നു. നീ ഇത്ര ചീപ്പായി പോയല്ലോ. എവിടെ നോക്കട്ടെ. എടാ മുങ്ങിക്കോ, ആ ദന്ത ശിരോമണി വരുന്നുണ്ട്. എടാ സുന്ദരിയുടെ തന്ത. ആര്? ദന്ത ശിരോമണിയാ? ദന്തിസ്റ്റ്. ഇവൻ ലവ് ലെറ്റർ കൊടുക്കാറുള്ള പെണ്ണില്ലേ, അരുന്ധതിയുടെ തന്ത ഡോക്ടർ. ഞാനൊരു ലൈൻ എർത്താക്കി കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അവതാരം. നിന്റെയൊക്കെ നാലാംകട പ്രേമലേഖനം ഇത് കൊടുക്കാൻ എന്റെ മോളെ കിട്ടിയോളൂ. കളിക്കാൻ വന്നാൽ അടിച്ചു പല്ല് തെറിപ്പിക്കും ഞാൻ. എന്താ ഡോക്ടർ ഇത്? പല്ലെടുക്കേണ്ട ഡോക്ടർ പല്ല് തെറിപ്പിക്കാണോ വേണ്ടത്? അല്ല ഡോക്ടർ ഞങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോളുടെ ലേഖനോ ഏതാണ് ഈ മോള്? ഏതാണ്? ഞാൻ മനസ്സിലായില്ലേ, അരുന്ധതി, സെന്റ് മേരീസ് കോളേജ് BA ഹിസ്റ്ററി, yahoo.com 342836. അത് ഡോക്ടറുടെ.com ആയിരുന്നു. വെരി നൈസ് ഗേൾ. നിന്റെ ഒന്നും കോംപ്ലിമെന്റ് കേൾക്കാൻ വന്നതല്ല ഞാൻ. ഇനി മേലാൽ ഇതുപോലുള്ള ലോല സാഹിത്യം കൊണ്ട് എന്റെ മോളെ പിറകെ വന്നാൽ ഫീസില്ലാതെ നിന്റെയൊക്കെ പല്ല് പറിക്കും ഞാൻ. കൾച്ചർ ഓഫ് ഫീച്ചേഴ്സ്. ഓ അതാണോ കാര്യം? തെറ്റിദ്ധാരണ, ശുദ്ധ തെറ്റിദ്ധാരണ. ഡോക്ടർ, ഇവൻ ഒരു കവിയാണ്. മലയാള സാഹിത്യ സദസ്സിൽ വെട്ടിത്തിളങ്ങാൻ പോകുന്ന ഒരു വാൽനക്ഷത്രം. ഡോക്ടറെ പോലുള്ളവർ ഇവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കവിയല്ല കവി, കാട്ടുകൊരങ്ങ്. അക്ഷരം മാറ്റരുത് ഡോക്ടർ, അക്ഷരം മാറ്റരുത്. അർത്ഥം മാറില്ലേ? ഡോക്ടർക്ക് അറിയില്ല, അക്ഷരം തീയാ, തൊട്ടാ പൊള്ളില്ലേ? വരട്ടല്ലേ എന്റെ തനി സ്വഭാവം അറിയണ്ട. എന്നെ പൊള്ളിക്കാൻ ഒന്നും വളർന്നിട്ടില്ലടോ. സ്പെക്ടാക്കുലർ ഇഡിയറ്റ്സ്. പറഞ്ഞു കൊടുക്കടാ. ഇയാളൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല. ആളിത്തിരി പെശക മക്കളെ. അതെ, അരുന്ധതി പറയാറുണ്ട്. അവന്റെ അരിന്തതി. എടാ, എന്നാ ഇന്ന് രാത്രി കൃത്യം 11 മണിക്ക്. ചേട്ടാ, ഈ കുതിരവട്ടത്തേക്കുള്ള വഴിയേതാ? എന്താ നേരം വെളുക്കുമ്പോ തന്നെ ആളെ കളിയാക്കുക? കളിയാക്കിയതല്ല, കാര്യാട്ടാ. മെന്റൽ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയേതാ? ഇതിലെ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയാ മതി, എളുപ്പം എത്തും. നന്ദിയുണ്ട്. അടങ്ങിയിരിക്കാനാ പറഞ്ഞ കേശവ നോക്കി പിടിച്ചോ. പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കാൻ. എന്തേക്കാ അതൊരു മെന്റൽ ക്ലിനിക്കാണ്. പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലോ. പിന്നെ കുതിരോട്ടം വരെ കിടന്ന് ഉറങ്ങിക്കോളില്ലേ? എന്നാ വേഗം വണ്ടി പിന്നോട്ടെടുത്തോ. ശരി. ഗണപതി ഭഗവാനെ, വിഘ്നേശ്വര, ഇന്നത്തെ കണിയും കൈനീട്ടവും കേമമാക്കി തരണേ. വരിക. എല്ലാരും കൂടെ എന്തിനാ അയാളെ ശല്യപ്പെടുത്തണേ? ഇങ്ങോട്ട് ഇരുത്തിയിട്ട് പോയിക്കോളൂ. എവിടെയാ നോക്കട്ടെ. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. അതെ, ഇടയ്ക്ക് മരുന്ന് കൊടുക്കും, കുറയും, പിന്നെയും വരും. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? പക്ഷെ ഒന്നും കഴിക്കണില്ല ഡോക്ടർ. പക്ഷെ അത് കണ്ടാ തോന്നില്ല. നല്ല വേദന ഉണ്ടാവേ. ചവയ്ക്കാൻ പറ്റണ്ടേ? ചവയ്ക്കാനല്ല, കടിക്കാനും ബുദ്ധിമുട്ടില്ലേ? എന്താ പേര്? സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ തെറി മാത്രമേ പറയൂ. പേടിക്കാനൊന്നുമില്ല. പെണങ്ങണ്ട, വേദന മാറ്റിയിട്ടേ ഞാൻ പല്ലെടുക്കും. പോരെ? വെളിച്ചം ഇഷ്ടമാണോ? ഡോക്ടർ ആള് കാണുന്ന പോലല്ല, നല്ല ചങ്കുറപ്പാ. ഇവറ്റകൾക്ക് ഹിപ്നോട്ടിസ് അറിയാം. ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ അപ്പൊ ആളോർമ്മ. എന്റെ വൈപ്പ് പല്ല് അവിടെ വെച്ചിട്ട് ആകെ ഉണ്ടായിരുന്ന 2 ഒറിജിനൽ പല്ല് അടിച്ചു പറിച്ചല്ലോടാ. കൊണ്ടുപോടാ ഈ ഭ്രാന്തനെ വല്ല മെന്റൽ ആശുപത്രിയിലും കൊണ്ടാക്ക്. അല്ലാതെ ഡെന്റൽ ആശുപത്രിയിലെല്ലാം കൊണ്ടുവരാനുള്ളത്. പുറത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വെണ്ടയ്ക്ക അക്ഷരത്തില്. എവിടാ? അതൊക്കെ വായിക്കണമെങ്കിൽ വിവരം വേണം. കഴുതകൾ തന്റെ ആദ്യം താൻ പോയി പഠിക്കണോ എഴുത്തുമായനും. മെന്റൽ ക്ലിനിക്കിന് ബോർഡ് എഴുതി വെച്ച് പല്ല് പറിക്കാൻ നടക്കണോ? പോവാം. കേശവ മുറുകെ പിടിച്ചോ. ചതിച്ചല്ലോ. ഏത് കാലന്മാരാ ഈ ബോർഡ് മാറ്റി വെച്ചത്?
രണ്ട് പല്ലും പോയി, മാനവും പോയി. അക്ഷരം തീയാ ഡോക്ടറെ, പിഴച്ചാ പൊള്ളും. ദന്ത ഡോക്ടർക്ക് ഇപ്പൊ വേണ്ടത് ഒരു ഡെന്റിസ്റ്റിന്റെ സഹായ. എന്താ വിളിക്കണോ? നിന്നെയൊക്കെ വെറുതെ വിടില്ലടാ ഞാൻ. നീയൊക്കെയാണ് ഇതൊക്കെ ഒപ്പിച്ചതല്ലേ? നിനക്കൊക്കെ പറ്റിയ സ്ഥലം പോലീസ് സ്റ്റേഷനാ. കാണിച്ചു തരാൻ ഞാൻ. നോക്കിക്കോ. സത്യമുള്ള തൊഴിലാ എന്റേത്. ഒരു പൊരുത്തീ മതി ആളിപ്പടരാൻ. എന്റെ വെടിമരുന്ന് പിതൃക്കളാണ് സത്യം. പല്ലിസ്റ്റ് പോലീസിന് പരാതി കൊടുത്തു. വഴിയാലെ വരും പോലീസ്. സംഗതി ഡീസന്റ് ആക്കുമെന്ന് ഉറപ്പാ. കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയായി. എന്താണോ അയാളുടെ പരാതി? പരാതികൾ രണ്ടാ. ഒന്ന് അയാളെ തട്ടാൻ ശ്രമിച്ചു. അത് ഇന്ത്യൻ സ്പൈനൽ കോഡ് സെക്ഷൻ 144. അത് ഡീസന്റാ. രണ്ടയാളുടെ മകളെ തടവാൻ ശ്രമിച്ചു. സ്ത്രീപീഡനം. അത് സംഗതി എക്സ്ട്രാ ഡീസന്റാ. ആകെ ഒരു വകുപ്പേ എനിക്ക് അറിവുള്ളൂ, സെക്ഷൻ 144. എന്താ കുഴപ്പമായല്ലോ അച്ചുമാമേ. ശനി 2-ലും 12-ലും വ്യാഴവുമെന്നാണ് ഫലം. ദൂരദേശഗമനം, മനക്ലേശം, മരണഭയം, മോഹം, കഷൂ, ബഹുകൃതം, തുമജൽ ഗുണേദ്യാഭൂതം. റിസൾട്ട് ഭൂതം വീട്ടിലും പരാതി ഭൂതം നാട്ടിലും. കുഴപ്പമാണ് മക്കളെ, ഒറ്റ വഴിയുള്ളൂ, നാട് വിടുക. എടാ ഒരു ടൂർ ആയാലോ? ഒരു 4 days ടൂർ. അതിന് രാജകൽപ്പന കിട്ടണ്ടേടാ. അതൊക്കെ നമ്മുടെ അച്ഛമാവ് വിചാരിച്ച നടക്കൂലേ? അതെ. ഒരു വഴിയുണ്ട്. നമ്മുടെ സർവപരിഹാരമൂർത്തി സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സ് വയ്ക്കണം. മദ്യപാന കച്ചേരിയിൽ പ്രമേയം വരണം. പ്രസിഡന്റിനെ പിരികേറ്റി പൊക്കി വിടേണ്ട കാര്യം ഞാനും ഏറ്റു. എന്നിട്ട് പട്ടി കുറച്ച് പിന്നാലെ. ട്രൗസർ അഴിഞ്ഞു പോയിട്ടും എറിഞ്ഞു വീഴ്ത്തിയ കണ്ണിമാങ്ങ ഞാൻ വിട്ടില്ല. വീട്ടിലെത്തിയപ്പോ ചെറിയമ്മയെ പെണ്ണ് കാണാൻ വീട് നിറയെ വിരുന്നുകാര്. കോളവും മുണ്ടുമില്ലാതെ 2 കണ്ണിമാങ്ങ കൊണ്ട് നാണം മറിച്ചിട്ട് വിട്ടു ഞാൻ അകത്തേക്ക്. വിരുന്നുകാര് പോകുന്നതിന് മുമ്പ് വന്നില്ലേ മാവിന്റെ ഉടമസ്ഥൻ? അയാൾക്ക് ഉടഞ്ഞ ഉടന്റെ കാശും എനിക്ക് ചുട്ടപ്പടയും. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ കളിയും കുസൃതിയും ഒന്നുമില്ല. എപ്പോഴും പഠിപ്പന്നെ പഠിപ്പ്. പ്രസിഡന്റ്, അതെ അതെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പും പരീക്ഷയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഒരു ടൂറും തരാവൂ. അത്ര തന്നെ. അച്ചു പറഞ്ഞത് നേരാ. അതിനും പിടിയില്ലാലോ ചില തത്വമാര്. തല്ലി പഴിപ്പിക്കുകയല്ലേ. അത് പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മ വന്ന്, നമ്മുടെ നന്ദൂനൊരു ടൂറ് പോണത്രേ. കുട്ടികളുള്ളൊരു കാര്യേ, സ്വന്തം അച്ഛന്റെ സമ്മതം വാങ്ങാൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. അതിനെന്താ പ്രസിഡന്റ്, വിട്ടോളാൻ പറ. പോയി വരട്ടല്ലേ. നാളേക്ക് റിസൾട്ട് വരികയല്ലേ, അത് കഴിഞ്ഞിട്ട് പോരെ ടൂറും ആഘോഷമൊക്കെ. റിസൾട്ട് വന്നാ പിന്നെ സമയം ഉണ്ടാവോ എന്നൊരു സംശയം. ഉണ്ടാവില്ല. അല്ല തിരക്കാവൂലോ. അങ്ങനെ ഒരു തിരക്ക്. അതല്ല മേനെ, മേലേക്കാവിലെ ആദ്യത്തെ എൻട്രൻസുകാരനല്ലേ. പിന്നെ അന്വേഷണായി, അഭിനന്ദനായി, അനുമോദനായി, അനുശോചനായി. റാങ്ക് കിട്ടും പ്രസിഡന്റ്. എങ്കിൽ പിന്നെ ആകാശവാണിക്കാർ വരും, TV-ക്കാർ വരും, ഡീസന്റ് ആയിട്ട് ഫോട്ടോ പിടിക്കാൻ ചാനലുകാർ വരും. പിന്നെ അടിപൊളിപ്പൊടി ഊരം. അത് പിന്നെ പറയാണ്ടോ. ഫോട്ടോ എടുക്കലായി, ചോദ്യം ചോദിക്കലായി. ഓ, ആരോഗ്യത്തിനോ